മണികണ്ഠൻ SS ആശുപത്രിയിൽ എത്തിച്ചേർന്നു. 69-ാം നമ്പർ റൂമിലെത്തി. അവിടെ ആരും ഉണ്ടായില്ല. അവരുടെ വേണ്ടപ്പെട്ട ബന്ധുവാണെന്നറിയിച്ച് അവരുടെ അഡ്രസ് വാങ്ങി. സുമയുടെ അഡ്രസ്സായിരുന്നു ആശുപത്രിയിൽ നിന്നും അവന് കിട്ടിയത്. അവൻ അഡ്രസ്സ് വാങ്ങി പോക്കറ്റിലിട്ടു. വീട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അത്താഴത്തിന് കഴിക്കാൻ കഞ്ഞിയും പപ്പടവും പയറുമെഴുക്ക് പുരട്ടിയും മണികണ്ഠൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച് മകൻ്റെ വരവ് കാത്തിരുന്നു. കുടിലിൽ നിന്നും ഇരുനില വീടുണ്ടാക്കി നല്ല നിലയിലാണ് മണികണ്ഠൻ്റെ അച്ഛൻ ദിവാകരൻ ഇപ്പോൾ. എന്നാലും മനസ്സ് ഇന്നും അശാന്തിയിലാണ്. ആരെയും സഹായത്തിന് നിർത്താതെ പടുവൃദ്ധൻ്റെ നിലയിലെത്തി ആ 65-കാരൻ. എല്ലാം സ്വന്തം ഭാര്യയോടുള്ള പ്രതികാരം എന്നോണം എല്ലാം ഒറ്റയ്ക്ക് പാടുപെടുന്നു. സ്നേഹം നിറച്ച മനസ്സ് ഇപ്പോൾ അമർഷം കൊണ്ട് നടക്കാൻ പഠിച്ചു. എന്തിനു ജീവിക്കുന്നു എന്നുള്ള വിരക്തി തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. അവൾ തൻ്റെ ഭാര്യ സ്നേഹത്തിൻ്റെ മുള്ളുപലകയിലാണ് ജീവിപ്പിച്ചത്. ഞാൻ ഇതുവരെ ഒരു ചതിയിലകപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച അയാൾ ചാരുകസേരയിൽ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വഞ്ചകിയായ മോഹിനിയുടെ സ്നേഹപ്രകടനങ്ങൾ അയാൾ ആലോചിച്ചു. പലവ്യഞ്ജന വ്യാപാരിയായ തൻ്റെ കടയിൽ സഹായത്തിന് അവൾ വന്നില്ല. രാപ്പകൽ താൻ കഷ്ടപ്പെട്ട് ആളുകൾ പലതും അന്ന് പറഞ്ഞിരുന്നു. ഞാനത് വിശ്വസിച്ചില്ല. തേനൊലിപ്പിക്കുന്ന വാക്കുകളുമായി അവൾ കൊണ്ടുവരുന്നത് എന്തും അമൃതമായി ഞാൻ കഴിച്ചു. 2 മക്കളെ അവൾ പ്രസവിച്ച് വളർത്തി വലുതാക്കിയപ്പോൾ ഒരു വലിയ അമ്മത്വം അവളിൽ ഞാൻ കണ്ടിരുന്നു. എന്നാൽ അവളോ, അവളുടെ കാമുകി താൽക്കാലികമായി ഒരു ഇടത്താവളമായി എൻ്റെ കുടിലിൽ തങ്ങി. തൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം വഞ്ചകി എൻ്റെ സമ്പാദ്യമായി ഉണ്ടായതെല്ലാം അന്ന് അവൾ കൊണ്ടുപോയി. അവൾ എങ്ങനെ ഇത്ര ദുഷ്ടത്തിയായി? അയാൾ തല പുകഞ്ഞ് ആലോചിച്ചു. തൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത് എന്ന് പറയുന്നില്ല. അവന് കുടുംബം കാണുമല്ലോ. അവസാനം അവനെ കുടുംബം വിശ്വസിക്കുമോ? അവൻ്റെ ഭാര്യയും മക്കളും ഇനിയുള്ള കാലം എവിടെ പോകും? തള്ളി പറയില്ലേ? പറയണം. ദിവാകരൻ പല്ലിറുമി. കണ്ണുകൾ ജ്വലിച്ചു. അയാൾ ചാരുകസേരയിൽ നിന്ന് വീണ്ടും എണീറ്റ് ഇരുന്നു. വാർദ്ധക്യം മറന്ന് ചാടി എഴുന്നേറ്റു. തൻ്റെ മക്കളെയും തന്നെയും ഒരു നല്ല പെണ്ണും കളയില്ല. തന്നെ പൊന്നുപോലെ നോക്കണം എന്ന് പറയുന്നില്ല. അവളെ ഞാൻ ജീവന് തുല്യം പൊന്നുപോലെ കരുതി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നുകൊണ്ട് അലങ്കരിച്ച് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. തനിച്ച് സഹിക്കാൻ കഴിയാത്ത കാലം എന്നെ സഹിക്കാൻ പഠിപ്പിച്ച് ഇരിക്കുന്നു. ഇപ്പോൾ മോഹിനിയേക്കാൾ ഉയരങ്ങളിൽ തനിക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നും ഒരു പ്രാർത്ഥനയുണ്ട്. ഒരിക്കലും എൻ്റെ മുന്നിൽ ആ നശൂലം കാണരുതേ എന്ന്. കാരണം മറന്നിരിക്കുന്ന വേദനകൾ വീണ്ടും ഓർമ്മയിൽ വരാതിരിക്കാൻ. കണ്ടാൽ വീണ്ടും വേദനയാണ്. അതിനേക്കാൾ വേദനയാണ് വേദനപ്പെടുത്തിയവർ വീണ്ടും വീണ്ടും കാണുന്നത്. അയാൾ വെപ്രാളവും കൊണ്ട് ആവേശം കൊണ്ടും വീണ്ടും ചാരുകസേരയിലിരുന്നു. വാച്ച് നോക്കി. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ചിന്തയിൽ നിന്ന് ഉണർന്ന് അവൻ എത്താറായി. ചിന്തകൾ മതിയാക്കാം. മണികണ്ഠൻ്റെ വരവും പ്രതീക്ഷിച്ച അയാൾ ഇയർഫോൺ ഫിറ്റ് ചെയ്തു. പഴയ പാട്ടുകൾ കേട്ടു. പഴയത് മറന്നു. ഈ മനോഹര തീരത്ത് തരുമോ എന്ന ഗാനം കേട്ട് ഉടനെ അയാൾ പാട്ട് നിർത്തി. ഫോൺ എടുത്ത് റീൽസ് നോക്കി. പുതിയ പാചകങ്ങൾ പഠിച്ചു. ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. ഒപ്പം ഗേറ്റ് തുറക്കുന്ന ശബ്ദവും. ഉറപ്പിച്ചു മണികണ്ഠൻ വന്നു. നായ ടോമി കൂട്ടിൽ കിടന്ന് സ്നേഹക്കുര കുരച്ചു തുറന്നു വിടാൻ ഗേറ്റ് തുറന്നവൻ അകത്ത് കടന്നു. ഗേറ്റടച്ചു പൂട്ടി. ടോമി കൂട്ടിൽ നിന്നിറങ്ങി. വണ്ടി വന്നതെന്ന ബിസ്ക്കറ്റ് അവൻ ടോമിക്ക് കൊടുത്തു. ബാക്കി സൂക്ഷിച്ചു വെച്ചു. അച്ഛൻ ചാരുകസേരയിൽ ഇരുന്ന് റീൽസ് കാണുന്നത് സന്തോഷത്തോടെ മണികണ്ഠൻ നോക്കി നിന്നു. പതുക്കെ നടന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അച്ഛൻ പേടിക്കുമോ? ടോമി വാടാ കൂടെ എന്ന് ഉറക്കെ വിളിച്ചവൻ വീട്ടിലേക്ക് കയറി. അച്ഛൻ ചോദിച്ചു, എന്താടാ? ടോമിയെ ഇപ്പം കൊണ്ടുവന്നാൽ ശരിയാവൂല. നിന്റെ കഞ്ഞി കമത്തും. അച്ഛൻ കഞ്ഞി കുടിച്ചോ അച്ഛാ? മണികണ്ഠൻ ചോദിച്ചു. ദിവാകരൻ മകനോട് പറഞ്ഞു, മോനെ, എനിക്ക് ദാഹവും ക്ഷീണവും വിശപ്പും കുറഞ്ഞടാ. ഇപ്പം എനിക്ക് അമ്മമാരെ പോലെ നീ കഴിച്ചതിന് ശേഷമേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പെണ്ണ് കെട്ടി കൊണ്ടുവന്നാൽ അച്ഛന് മനസമാധാനം ആവും എന്ന് അച്ഛൻ പറയുന്നു. നീ പെണ്ണ് കെട്ടണ്ടടാ എന്നേ ഞാൻ പറയൂ, ദിവാകരൻ പറഞ്ഞു. അച്ഛാ, എനിക്ക് 34 കഴിഞ്ഞു, മണികണ്ഠൻ പറഞ്ഞു. 34 അല്ല, 36 കഴിഞ്ഞടാ, ദിവാകരൻ പറഞ്ഞു. ഇനി ആരും പെണ്ണ് തരൂല, മുതുക്കൻ എന്ന് പറയും. അച്ഛൻ പിന്നെ സങ്കടപ്പെടരുത്.
മോനെ, ഒരു ഒരു 20-കാരിയെ കെട്ടണം. മുതുക്കികളെ വേണ്ട. മുതുക്കികളെ വേണ്ട എന്ന് പറയരുത്. എടാ മണികണ്ഠ, നിനക്ക് മുതുക്കികളെ വേണ്ട എന്ന് തോന്നൽ വേണ്ട. നിന്റെ പ്രായമുള്ളതിനെ നീ കെട്ടണ്ട എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. കെട്ടാത്ത ടീച്ചർമാർ കാണും. കൊച്ചു പിള്ളരെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. സൗന്ദര്യ പിണക്കങ്ങൾ കുറയും, കാര്യവിചാരം കൂടും, ജീവിതം കളിയായി കാണുകയുമില്ല. ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. കുറഞ്ഞത് 30 വയസ്സുള്ളതിനെ നീ കെട്ടണം. നിനക്ക് വേണ്ടി ജനിച്ചവൾ ഭൂമിയിലുണ്ടാവും. നിനക്ക് വേണ്ടി അവൾ കാത്തിരിക്കും. മണികണ്ഠൻ മൗനം പാലിച്ചിരുന്നു. നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, അച്ഛന് വേണ്ടി പിറന്നവൾ കാത്തിരിക്കുന്നില്ലേ എവിടെയെന്ന്, അല്ലേ? ദിവാകരൻ മകനോട് ചോദിച്ചു. കറക്റ്റ്. അച്ഛൻ ഇപ്പോൾ ആൾദൈവം ആയ അച്ഛാ. എടാ, ഞാനേ ആൾദൈവം മാത്രമല്ല, നിന്റെ കാണപ്പെട്ട ദൈവം കൂടെയാണ്. അങ്ങനെ നിനക്കെന്നെ കളിയാക്കാൻ നോക്കണ്ട. നീ എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അത് ഞാൻ അറിയാൻ വൈകി. എന്നാൽ അവൾ ഒന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത പ്രണയം അവൾ ഉള്ളിലൊതുക്കി നടന്നു.